ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് തംബ്നെയിലിൽ കണ്ടതുപോലെ ഞാനും ധനിയത്തിയുടെ ഒരു ഡേ ഔട്ടാണ്. സോ ഞങ്ങൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ പോവാണ്. എക്സിബിഷനിലെയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ബാക്കി അവിടെ എത്തിയിട്ട് കാണിക്കാം. ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. അപ്പോൾ ഈ ട്രെയിനും വെയിറ്റ് ചെയ്തിട്ടുള്ള ഇരിപ്പാണ് ഈ കാണുന്നത്. വന്ദേ ഭാരത് ട്രെയിൻ വന്നതിന് ശേഷം നോർമൽ ട്രെയിനൊക്കെ ഇങ്ങനെ കുറേ പിടിച്ചു. അങ്ങനെ കുറേ കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ വന്നു. ഞങ്ങളിതാ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പൂരം എക്സിബിഷൻ നടക്കുന്ന ഗ്രൗണ്ടിന് അങ്ങോട്ട് പോവാണ്. ഇതാണ് സ്വരാജ് റൗണ്ട് അല്ലെങ്കിൽ തേക്കിൻകാട് മൈതാനം എന്ന് പറയും. ഇവിടെയാണ് വടക്കുനാഥൻ ക്ഷേത്രമുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65 ഏക്കറോളം സ്ഥലം വരും. ഇവിടെയാണ് നമ്മുടെ പൂരം നടക്കുന്നതൊക്കെ. അപ്പോൾ പൂരം കഴിഞ്ഞ ഉടനെ ഈ പൂരം എക്സിബിഷനും തുടങ്ങും. അങ്ങനെ നമ്മൾ പൂരം എക്സിബിഷൻ്റെ ഗ്രൗണ്ടിലേക്ക് എത്തി. രാവിലെ ആണെങ്കിലും നല്ല തിരക്ക് തുടങ്ങി. അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ കാര്യം പറയുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോർ രാജസ്ഥാൻ ഹാൻഡ്ലൂമിൻ്റെ കുറേ ബെഡ്ഷീറ്റ് വാങ്ങണോ? സിംഗിൾ ബെഡ്ഷീറ്റ്. ഇതൊരു വെറൈറ്റി സ്റ്റോളായിരുന്നേ. പഴയകാല മിഠായികൾ എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്ന കുറേ മിഠായികൾ ഉണ്ടായിരുന്നു. അതും ഞാനൊക്കെ കാണാത്ത കുറേ മിഠായികൾ വരെ ഉണ്ടായിരുന്നു. അതെനിക്കൊരു നല്ലൊരു കൗതുകം തോന്നിയൊരു കടയായിരുന്നു ഇത്. വെറും 350 രൂപീസിനാണ് ഈ കാർഗോ പാൻസ്. കൊള്ളാട്ടോ. ചേട്ടാ അത്തിപ്പഴം വില സൈസ് ഇവിടെ കുറച്ച് അക്വേറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ മീനുകൾ ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ മീനുകൾ, കുഞ്ഞു കുഞ്ഞ് ഇങ്ങനത്തെ സാധനം. നമ്മൾ പോകുന്നത് ഗുണാ കേവിൻ്റെ അകത്ത്.
തിരിച്ചു പോവാം. അങ്ങനെ നമ്മൾ ചെല്ലുന്നത് ഒരു കാടിൻ്റെ അകത്തേക്കാണ്. ആദിവാസി കോളനി. ഹലോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് മറ്റേ റൈഡുകളുടെ ഒക്കെ അങ്ങോട്ടാണ്. കുറേ റൈഡ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ റൈഡുകളുണ്ട്. പക്ഷെ ഇപ്പോൾ രാവിലെ ആയത് കാരണം, രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം ഒരു ഉച്ചയായിട്ടില്ല, ഉച്ചയാവാറാകും. അപ്പോൾ അതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. രാത്രിയൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ നടന്നത് കണ്ടോ, നമ്മൾ സത്യം പറഞ്ഞാൽ ആക്ച്വലി കുറേ ഒന്നും ഞാൻ എടുത്തില്ല വീഡിയോ. കാരണം റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റോളുകളായത് കാരണം സെയിം സാധനം എടുക്കാഞ്ഞതാണ്. പിന്നെ കയ്യിൽ കുറേ ലഗേജും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. അപ്പോൾ അതും കൂടി ഉള്ള കാരണം വീഡിയോ എടുക്കാനൊക്കെ പാടാണ്. ഇതിപ്പോൾ പകുതി പോലും ആയിട്ടില്ല. ഇനി ഇതുപോലെ തന്നെ ഇനിയുണ്ട് കുറേ നടക്കാൻ. അപ്പോൾ എന്തായാലും ചെറുതായിട്ട് വെച്ചു ഞാനിവിടെ നിന്നൊരു പാനിപ്പൂരി കഴിക്കാം അല്ലേ. നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. നടന്ന് നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കണം. നമ്മൾ പാനിപ്പൂരിയും നല്ല ചൂടാണ്, നല്ല വെയിലാണ്, കുറേ നടക്കാനുണ്ട്. പകുതി പോലും ആയിട്ടില്ല എക്സിബിഷൻ്റെ. ഇനിയും കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്ത് ഭാഷ. കുടുംബശ്രീയിൽ കുറേ സാധനം, അച്ചാർ, അതൊക്കെ തൽക്കാലം അങ്ങോട്ട് കയറുന്നില്ല. രാജസ്ഥാനി സ്കേർട്ടും ടോപ്പുകളും വേണ്ട. ഇതാ റൈഡിൽ കുറച്ച് ആൾക്കാരൊക്കെ കയറി തുടങ്ങി. അങ്ങനെ നമ്മൾ നടന്നിനി അടുത്ത സ്റ്റോളുകളുടെ സെറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതിപ്പോഴൊന്നും തീരില്ല. ഇതാണ്ടോ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് സ്റ്റോളിലേക്ക് കയറുന്നേ ഉള്ളൂ. വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇവിടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റീസൊക്കെ ഉണ്ടാവും. ഡാൻസും മ്യൂസിക് ഷോയും ഡീജെ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല നട്ടുച്ചത് കാരണം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, എക്സിബിഷൻ മാത്രം. അങ്ങനെ അടുത്ത സ്റ്റോൾ സെറ്റിലേക്ക്
വിചാരിക്കുമ്പോൾ തീർന്നില്ല ഗൈസ്. വീണ്ടും അടുത്ത സെറ്റ് ഓഫ് സ്റ്റോളുകൾ. ഈ അമ്പലത്തിന് ചുറ്റും വലം വെക്കുന്ന പോലെയാണ്. ഈ പുത്തിരിക്കണ്ടം മൈതാനത്തിൽ നമ്മളിങ്ങനെ ചുറ്റി നടന്ന് എത്രയോ കിലോമീറ്ററുകൾ ഉണ്ടത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോളുകളുണ്ട്. അപ്പോൾ നമുക്ക് റിഫ്രഷ്മെൻറ്റ്സിന് കഴിക്കാനായാലും കുടിക്കാനായാലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോളുകൾ ഉള്ളത് കാരണം കുഴപ്പമില്ല. അതല്ലാത്തവരാണെങ്കിൽ സ്വന്തമായിട്ട് വരുന്നവർ, പുറത്തുനിന്നൊന്നും കഴിക്കാനാകില്ലാത്തവർ എന്തായാലും ഒരു കുപ്പി വെള്ളമായി വരുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് കണ്ട ഇനിയുണ്ട് ഒരു സെറ്റും കൂടി. അയ്യോ, പക്ഷെ കൊള്ളാം. ഇങ്ങനെ കണ്ട് നടക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ചൂടാണ് പ്രശ്നം. ഈ വെയിലും ചൂടിൻ്റെയും ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്ഥിരം വരുമ്പോഴൊന്നും അന്നൊരു പ്രശ്നമില്ല, കരച്ചിലൊന്നും. ഞങ്ങൾ 3 പേരും കുഞ്ഞുകുട്ടികളാണെങ്കിലും കരച്ചിലോ വാശിയൊന്നുമില്ല, ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ കയ്യിൽ കുറച്ച് ലഗേജ് ഉണ്ട്, സാധനങ്ങളുണ്ട്. അപ്പോൾ പണ്ട് തന്നെ നമ്മളുടെ പാരൻസ് ഉണ്ടല്ലോ, അമ്മയൊക്കെ ഉണ്ടോ, അവരുടെ അമ്മയച്ഛനും പിടിച്ചോളും, നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്നാൽ മതി. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ സാധനങ്ങളുണ്ട്. പിന്നെ നല്ല ചൂടെന്ന് പറഞ്ഞാൽ തൃശ്ശൂരത്തെ ചൂട് അസഹനീയമാണ്. എനിക്ക് തോന്നുന്നു ആക്ച്വലി ട്രിവാൻഡ്രത്തിനെയും എറണാകുളത്തെക്കാട്ടിലും ചൂട് തൃശ്ശൂരാണുള്ളത്. പിന്നെ ഇത് കറക്റ്റ് നട്ടുച്ചയാണ്, 12:30 എന്തോ ആവാറായി. ഞങ്ങൾ രാവിലെ വന്നതാണ് ഇവിടെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അല്ലാതെ എക്സിബിഷനിൽ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ സ്റ്റോളുകളുണ്ട്, പക്ഷേ തൽക്കാലം അതിൻ്റെ അകത്തൊന്നും കയറാനുള്ളൊരു അവസ്ഥയിലല്ല ഇപ്പം. അത്രയും ടയേർഡ് ആയതുകൊണ്ടാണ്. പിന്നെ നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. ഇപ്പോൾ ഉത്സവത്തിന്റെയും അധ്യക്ഷണത്തിന്റെയും ഇടവേളകളിൽ മനസ്സിനെയും ശരീരത്തെയും തണുപ്പിന്റെ രുചിഭേദങ്ങളുടെ ആലസ്യത്തിലേക്ക് ആനയിക്കാം. ഫ്രഞ്ച് ഡയറിയോടൊപ്പം അല്പനേരം ഫ്രഞ്ച് ഡയറി. ചൂടും അസഹനീയം. ആ വെയിലും ചൂടിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എക്സിബിഷൻ കുറേ നടന്ന് കാണാനുണ്ടായിരുന്നു. കാണേണ്ടവർക്ക് കാണാം, ഷോപ്പ് ചെയ്യുന്നവർക്ക് ഷോപ്പ് ചെയ്യാം. ഞങ്ങളെല്ലാം 2 പേര് ഫുള്ളാണ്. ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ തീർന്നു. നമ്മൾ എക്സിബിഷൻ്റെ പുറത്തേക്ക് എത്തിയത് ലാസ്റ്റ്.